ഇനി ഈ 2 മണിക്കൂർ സമയത്തിനുള്ളിൽ പുതിയ മത്സരാർത്ഥികൾ ഇന്നലെ മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകാൻ നിൽക്കുന്നവരൊക്കെ നമുക്കൊപ്പം അണിചേരും. ഇപ്പോൾ ഋതുലക്ഷ്മി നമുക്കൊപ്പം ചേരുകയാണ്. കുച്ചിപ്പുടിയിൽ നിന്ന് മത്സരിക്കുകയാണ്. വടകര സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഒരുങ്ങാൻ പോവാണല്ലേ? മോള് കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നു, അതോ ആദ്യമായിട്ടാണോ? ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ ജില്ലാതലത്തിലും സബ് ജില്ല മുതൽ സ്കൂളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സ്കൂളിൽ എങ്ങനെയായിരുന്നു, സബ് ജില്ലയിൽ എങ്ങനെയായിരുന്നു, ജില്ലയിലെത്തിയപ്പോൾ എങ്ങനെയായിരുന്നു മത്സരം? ഈ വർഷം എനിക്ക് സ്കൂളിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടിനൃത്തം എന്ന് 3 ഫസ്റ്റ് ആയിരുന്നു. സബ് ജില്ലയിൽ വന്നപ്പം 3 സെക്കൻഡ് ആയിരുന്നു. ഇപ്പം ഞാൻ അപ്പീൽ വഴി പോയി. ജില്ലയിൽ ഭരതനാട്യത്തിന് 5th പൊസിഷൻ, നാടോടിനൃത്തത്തിന് A ഗ്രേഡ്, കുച്ചിപ്പുടിക്ക് ഫസ്റ്റ്. ഈ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത്? പ്രാക്ടീസ് ഞാൻ ഓൺലൈൻ വഴിയാണ് പഠിക്കുന്നത്. മെസ്സ് കുവൈറ്റിലാണ്. അപ്പം വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ അങ്ങനെയും പ്രാക്ടീസ്. ചെറുപ്പം മുതലേ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത്? ഞാൻ 3.5 വയസ്സ് മുതലേ പഠിക്കുകയാണ്. ആരാ ഇതിനൊക്കെ കൂടെ ഉണ്ടാവുക, എപ്പോഴും കൊണ്ടുപോകാനും? വലിയ അച്ഛനും അമ്മയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ്, ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെപ്പോഴും ഒരു എന്താണ്, ജയിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. പക്ഷേ നമ്മളൊന്ന് വീണുപോയാൽ കരയണം. അതെനിക്ക് തോന്നുന്നു അതൊരു വിധിയായിരിക്കും. ഓരോ കുട്ടിക്കും ഓരോ ദിവസം ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്കിപ്പോൾ കുച്ചിപ്പുടിക്ക് ഫസ്റ്റ് കിട്ടിയ ദിവസം അതെനിക്ക് അനുകൂലമായിരിക്കും. അങ്ങനെ 100ഓളം കുട്ടികളുണ്ടെങ്കിൽ അതൊരു കുട്ടിക്ക് മാത്രമല്ലേ പറ്റത്തുള്ളൂ. അതായത് ഇതൊരു മത്സരമല്ല, ശരിക്കും ഉത്സവമാണ്. ആണ്. ശരിക്കും നമ്മൾ മത്സരമായിട്ട് കാണണ്ടില്ല. നമുക്ക് കിട്ടിയൊരു അവസരം അത് നല്ലോണമായിട്ട് പ്രയോജനപ്പെടുത്താം, നല്ല കളിക്കാൻ പറ്റുക. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിതിനെ കലോത്സവം എന്നാ പറയണം, കലാമത്സരം എന്നല്ല. മത്സര ഇനങ്ങളെന്ന് പറയും. പക്ഷേ നമ്മൾ അന്നത്തെ ദിവസം നമ്മുടേത് എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ അന്നത്തെ പെർഫോമൻസ്, ഇല്ലേ? ഒരു ചുവടെന്ന് ആർക്കെങ്കിലും പിഴച്ചു പോയാലേ നമുക്ക് കുറ്റം പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാനാണ്. പക്ഷേ ജയത്തേക്കാൾ പ്രധാനം എന്താ? നല്ലോണം കളിക്കാൻ സാധിക്കണം. ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് പങ്കെടുക്കുക എന്നാണ് പ്രധാനം. ഋതുലക്ഷ്മി കുച്ചിപ്പുടി മത്സരത്തിൽ ഇന്ന് പങ്കെടുക്കുന്നു. അപ്പോൾ നാടോടി നൃത്തത്തിന് സ്കൂളിൽ പങ്കെടുത്തു. ഏതുവരെ എത്തി? എനിക്ക് സബ് ജില്ലയിൽ സെക്കൻഡ് ആയിരുന്നു. ജില്ലയിൽ എനിക്ക് A ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുച്ചിപ്പുടി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നൃത്ത ഇനങ്ങളിൽ തന്നെ ഏറ്റവും നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് റിസ്കി ആണെന്ന് തോന്നുന്ന ഒരു ഇവന്റാണ് കുച്ചിപ്പുടി. ഒരു ആകാംക്ഷയോടെ നമ്മളൊക്കെ നോക്കി ഇരിക്കുന്നതാണ്. എന്തായാലും ഋതുലക്ഷ്മി പറഞ്ഞ മറുപടി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ആ മറുപടിയാണ് ജനൻ TV ഇത്തവണ പ്രേക്ഷക സമക്ഷം എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു കലയുടെ ഉത്സവമാണ്.